ഒരു ടീമല്ല, 5 ലക്ഷം ആളുകളുടെ അതിജീവനത്തിന്റെ പേര് കൂടിയാണത്. ഈ ലോകകപ്പിൽ ഒരിക്കലും പരാജയം രുചിച്ചിട്ടില്ലാത്ത അർജന്റീനയെ വെറുതെ വരിഞ്ഞുമുറക്കി. ഇടതടവില്ലാതെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് തന്നെ പറയാം. തങ്ങൾ പതറിപ്പോയിരുന്നുവെന്ന് മെസ്സി പോലും തുറന്നു പറഞ്ഞ ഒരു പോരാട്ടം. ആ കുഞ്ഞൻ രാജ്യം ഇന്ന് അർജന്റീന ഫാൻസിന് പോലും അത്ഭുതമാണ്. ഒരു ദുർമന്ത്രവാദത്തിനും തകർക്കാൻ കഴിയില്ലെന്ന് അർജന്റീന പറയുമ്പോഴും ഒന്ന് വിറപ്പിക്കാൻ വെർദേയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് കാബോ വെർദെ കീഴടങ്ങിയത്. അധിക സമയം വരെ നീണ്ട ആവേശകരമായ മത്സരത്തിനൊടുവിൽ അർജന്റീന 3-2 എന്ന സ്കോറിനാണ് അവരെ കീഴടക്കിയത്. പ്രവചനങ്ങളെ മറികടന്ന് കാബോ വെർദെ കാഴ്ചവെച്ച പോരാട്ട വീര്യം ലോക ഫുട്ബോൾ ആരാധകരുടെ പ്രശംസ പിടിച്ചുപറ്റി. 29-ാം മിനിറ്റിൽ കാബോ വെർദെ പ്രതിരോധ നിരയുടെ മുകളിലൂടെ സാൻഡ്രോ മാർട്ടിനസ് നൽകിയ ചിപ്പാസ് മുന്നോട്ട് കുതിക്കുന്നതിലൂടെ കൃത്യതയോടെ വരുതിയിലാക്കിയ മെസ്സി പന്ത് വലയുടെ മുകൾ തട്ടിലേക്ക് വകഞ്ഞിട്ടപ്പോൾ കാബോ വെർദെ ഗോൾ കീപ്പർ വൊസീഞ്ഞ തീർത്തും നിസ്സഹായനായിരുന്നു. പക്ഷേ അസാമാന്യമായ പോരാട്ട വീര്യവും പ്രതിരോധ കരുത്തും പ്രകടിപ്പിച്ചാണ് ലോക ചാമ്പ്യന്മാരെ കാബോ വെർദെ നേരിട്ടത്. നിശ്ചിത സമയത്ത് അർജന്റീന നടത്തിയ 14 ഗോൾ ശ്രമങ്ങൾ കാബോ വെർദെ ഗോൾ കീപ്പർ വൊസീഞ്ഞയുടെയും സഹതാരങ്ങളുടെയും പ്രതിരോധ കരുത്തിൽ നിഷ്ഫലമായി. നിലവിലെ ലോക ചാമ്പ്യന്മാരെ എക്സ്ട്രാ ടൈം വരെ വലിച്ചിഴച്ച ശേഷം 3-2 വീരോചിതമായ തോൽവിയാണ് കാബോ വെർദെ വഴങ്ങിയത്. അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ എൻട്രിയേക്കാൾ ലോകം ചർച്ച ചെയ്യുക കാബോ വെർദെയുടെ ഈ പോരാട്ട വീര്യമാകും. ഫിഫ റാങ്കിങ്ങിലെ 64-ാം സ്ഥാനക്കാരായ ടീമിനെതിരെ 2ാം റാങ്കുകാർ മറുപടിയില്ലാത്ത വിജയം പ്രതീക്ഷിച്ചാകണം മയാമിയിൽ പന്ത് തട്ടാനിറങ്ങിയത്. പക്ഷേ അർജന്റീനയുടെ ഓരോ ഗോളിനും മറുപടിയൊരുക്കിയ കാബോ വെർദെ അവസാന സെക്കൻഡ് വരെ പൊരുതിയാണ് ഈ ലോകകപ്പിനോട് വിട പറയുന്നത്. ഈ മത്സരം കണ്ട അർജന്റീന ആരാധകർ വരെ പറഞ്ഞു പോകും, ഇങ്ങനെ ജയിച്ചിട്ട് എന്തിന്. ലോകകപ്പ് ഉള്ളിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ക്ലാസിക് പോരാട്ടത്തിനാണ് മിയാമിയിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയത്. 7ാം മിനിറ്റിൽ അർജന്റീന ഗോൾ മുഖത്തെ വിറപ്പിച്ചാണ് കാബോ വെർദെ കളി തുടങ്ങിയതുപോലും. കാബോ വെർദെ താരം റയാൻ മെൻഡസിന്റെ ദുർബലമായ ഷോട്ട് അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് പിടിച്ചെടുത്തു. പൊസിഷന്റെ ഭൂരിഭാഗവും നിയന്ത്രണത്തിലായിട്ടും അർജന്റീനയുടെ മികച്ചൊരു ഗോൾ നീക്കം ഉണ്ടായത് 15ാം മിനിറ്റിലാണ്. ലയണൽ മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് ഭീഷണിയാകാതെ ഗോൾ കിക്കായി. 17ാം മിനിറ്റിൽ കാബോ വെർദെ താരം ജോആൻ കാബ്രലിന്റെ ഫൗളിൽ അർജന്റീനയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക്. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിനു മുന്നിൽ കാബോ വെർദെ ഗോളി വൊസീഞ്ഞ പിടിച്ചെടുത്തു. എന്നാൽ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ അർജന്റീനയെ തടഞ്ഞു നിർത്താൻ മാത്രമാണ് കാബോ വെർദെക്ക് സാധിച്ചത്. 29ാം മിനിറ്റിൽ ലയണൽ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. ലിയാൻഡ്രോ മാർട്ടിനസ് പ്രതിരോധ നിരയ്ക്ക് മുകളിലൂടെ ഉയർത്തി നൽകിയ പന്തിലേക്ക് ഓടിയെത്തിയ മെസ്സി കാബോ വെർദെ ഗോളിയുടെ തലയ്ക്ക് മുകളിലൂടെയാണ് പന്ത് വലയിലെത്തിച്ചത്. സ്കോർ 1-0. 2026 ലോകകപ്പിൽ മെസ്സിയുടെ 7ാം ഗോളാണിത്. ഈ ഗോളോടെ ലോകകപ്പിൽ 20 ഗോളുകൾ എന്ന നേട്ടത്തിലെത്തുന്ന ആദ്യ താരമായി മെസ്സി. മത്സരത്തിന്റെ 45ാം മിനിറ്റിൽ അർജന്റീനയ്ക്കായി 2ാം ഗോൾ നേടാനുള്ള എൻസോ ഫെർണാണ്ടസിന്റെ ശ്രമം ലക്ഷ്യത്തിലെത്തിയില്ല. താരത്തിന്റെ നീക്കം കാബോ വെർദെ ഗോളി വൊസീഞ്ഞ സേവ് ചെയ്യുകയായിരുന്നു. ആദ്യ പകുതിക്ക് 4 മിനിറ്റാണ് അധിക സമയമായി അനുവദിച്ചത്. ഹാഫ് ടൈം വിസിൽ മുഴങ്ങിയതോടെ അർജന്റീന 1-0 മുന്നിൽ. 2ാം പകുതിക്കും കാബോ വെർദെയുടെ ആക്രമണത്തോടെയാണ് തുടക്കമായത്. 49ാം മിനിറ്റിൽ സിഡ്നി ലോപ്പസ് കബ്രാൾ എടുത്ത കോർണറിൽ ജോവാൻ കബ്രാളിന്റെ ഷോട്ട് പോസ്റ്റിന് മുകളിലൂടെ പുറത്തേക്ക്. തൊട്ടു പിന്നാലെ ലഭിച്ച കോർണറും ലക്ഷ്യത്തിലെത്തിക്കാൻ കാബോ വെർദെക്ക് സാധിച്ചില്ല. 54ാം മിനിറ്റിൽ വീണ്ടും കാബോ വെർദെയുടെ ആക്രമണം. ഡെറോയി ഡുവാർത്തെ പെനാൽറ്റി ആർക്കിനു മുന്നിൽ നിന്നും തൊടുത്തുവിട്ട ഷോട്ട് അർജന്റീന ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് കൈപ്പിടിയിലാക്കി. 2ാം പകുതിയിൽ സമനില ഗോളിനായി പരമാവധി പൊരുതുന്ന കാബോ വെർദെയാണ് ഗ്രൗണ്ടിൽ കണ്ടത്. എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതി കാബോ വെർദെ ആക്രമണം കടുപ്പിച്ചു. യാനിക് സെമദോയുടെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയി. 110ാം മിനിറ്റിൽ അർജന്റീന 3ാം ഗോൾ അടിച്ചു. ലയണൽ മെസ്സി എടുത്ത കോർണറിൽ കാബോ വെർദെ താരം ഡിനെ ബോർജസിന്റെ സെൽഫ് ഗോളാണ് അർജന്റീനയെ 3ാം തവണയും മുന്നിലെത്തിച്ചത്. 116ാം മിനിറ്റിൽ കാബോ വെർദെയ്ക്കായി വീണ്ടും സമനില ഗോൾ നേടാനുള്ള സിഡ്നി ലോപ്പസ് കബ്രാളിന്റെ ശ്രമം അർജന്റീന ഗോളി ഡിബു മാർട്ടിനസ് പരാജയപ്പെടുത്തി. പിന്നാലെ കാബോ വെർദെ താരം ഡിനെ ബോർജസിന്റെ ശ്രമവും അർജന്റീന ഗോളി സേവ് ചെയ്തു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ അർജന്റീന പ്രീ ക്വാർട്ടറിൽ.